Good morning all. So power systemത്തിന്റെ ക്ലാസ്സസ് നമ്മൾ ഇന്നു മുതൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. So far നമ്മൾ കുറെ പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പെർ യൂണിറ്റ് സിസ്റ്റം, സിമെട്രിക്കൽ കോമ്പോണൻറ്റ്സ് അങ്ങനെയുള്ള പോർഷൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പവർ സിസ്റ്റം പ്രൊട്ടക്ഷൻ ആണ്. അതിനു മുമ്പ് നമുക്ക് പി എസ് സിയുടെ സിലബസ് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് നമ്മൾ സോഫാർ എവിടെ എന്ത് കവർ ചെയ്തു കവർ ചെയ്തില്ല എന്നൊരു ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ്. സോ നമ്മൾ ഓൾറെഡി പെർ യൂണിറ്റ് ക്വാണ്ടിറ്റീസ്, അതുപോലെ തന്നെ ബെസ് ഇംപെഡൻസ് ആൻഡ് അഡ്മിറ്റൻസ് മെട്രിക്സസ്, ലോഡ് ഫ്ലോ ഒക്കെ കവർ ചെയ്തു. ദെൻ സിമെട്രിക്കൽ, അതായത് നമ്മൾ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്. നമ്മുടെ പ്രീവിയസ് 6 ലെക്ചേഴ്സ് കേട്ട് കഴിഞ്ഞാൽ ഈ പോർഷൻസ് ഒക്കെ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓൾറെഡി കണ്ടവർക്ക് പഠിക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പവർ സിസ്റ്റം പ്രൊട്ടക്ഷൻ ആണ്. സോ ഇത്രയും പോർഷൻസ് ആണ് പവർ സിസ്റ്റം പ്രൊട്ടക്ഷനിൽ പറയുന്നത്. അപ്പൊ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, സർക്യൂട്ട് ബ്രേക്കറിനെ പറ്റി ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്, റിലേയെ പറ്റി ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് രണ്ടുമാണ് മെയിൻലി ചോദിക്കുന്നത്. പിന്നെ കറന്റ് ട്രാൻസ്ഫോമർ, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ, പിന്നെ ഓവർ കറണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് ഓവർ കറണ്ട്, പിന്നെ ഡിഫറൻഷ്യൽ ആൻഡ് ഡിസ്റ്റൻസ് പ്രൊട്ടക്ഷൻ, സോളിഡ് സ്റ്റേറ്റ് റിലേ. ഇപ്പൊ റിലേ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേ നമ്മൾ പഠിക്കണം. ദെൻ സർക്യൂട്ട് ബ്രേക്കേഴ്സ്, ഡിജിറ്റൽ പ്രൊട്ടക്ഷൻ. ഇത്ര ഏരിയ. അപ്പൊ ഈ ഒരു പോർഷനിൽ മെയിൻലി ക്വസ്റ്റ്യൻ വരുന്നത് റിലേ ആൻഡ് സർക്യൂട്ട് ബ്രേക്കറിൽ നിന്നാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേയും അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക്കും ഇലക്ട്രോമെക്കാനിക്കലും അതുപോലെ തന്നെ സ്റ്റാറ്റിക് ഓവർ കറണ്ട് റിലേ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, സർക്യൂട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കേഴ്സ്, ആർക്ക് ക്വെഞ്ചിങ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് എന്ത്, ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഡയഗ്രാം ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ വി കെ മേത്ത ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലുണ്ട്. അപ്പൊ വി കെ മേത്ത ടെക്സ്റ്റ് ബുക്ക് ആസ്പദമാക്കിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. സോ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് പവർ സിസ്റ്റം പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ആണ് വി കെ മേത്ത. ഓക്കെ, സോ പ്രൊട്ടക്റ്റീവ് സിസ്റ്റത്തിന്റെ കോമ്പണൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിലൊരു ട്രാൻസ്ഡ്യൂസർ ഉണ്ടാവും. സോ ഫസ്റ്റ് വൺ, ഒരു പ്രൊട്ടക്റ്റീവ് സിസ്റ്റത്തിൽ ഒരു ട്രാൻസ്ഡ്യൂസർ ഉണ്ടാവും. സോ ട്രാൻസ്ഡ്യൂസർ എന്നുള്ള പേര് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട. ട്രാൻസ്ഡ്യൂസർ എന്താണ്? ഒരു ഫോം ഓഫ് എനർജിയെ മറ്റൊരു ഫോമിലേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ സെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. സോ ഇവിടെ എന്താണ് സെൻസ് ചെയ്യുന്നത്? കറന്റ് ട്രാൻസ്ഫോമറും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറുമാണ് ട്രാൻസ്ഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യുക. സോ എന്താണ് അതിന്റെ ഫംഗ്ഷൻ? ടു സെൻസ് ദ ഇൻപുട്ട് സിഗ്നൽ. ഇറ്റ് ക്യാൻ ബി എ കറന്റ് ട്രാൻസ്ഫോമർ ഓർ എ വോൾട്ടേജ് ട്രാൻസ്ഫോമർ. അപ്പം നമുക്കറിയാം 5 ആംപിയർ അല്ലെങ്കിൽ 1 ടൺ വോൾട്ട് നമ്മൾ സെൻസ് ചെയ്യുന്നു. അപ്പം കറന്റ് ട്രാൻസ്ഫോമറും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിന്റെയും വർക്കിംഗ് ഇൻ ഡീറ്റെയിൽ നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ, അതായത് ഹൈ കറന്റ് ആൻഡ് വോൾട്ടേജ് വിൽ ബി സ്റ്റെപ്പ് ഡൗൺ. അപ്പൊ കറന്റ് ട്രാൻസ്ഫോമറിന്റെ ഫംഗ്ഷനും പൊട്ടൻഷ്യൽ നിങ്ങൾ ഒന്നെങ്കിൽ ട്രാൻസ്ഫോമറിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ ഈ പ്രൊട്ടക്ഷനിൽ തന്നെ നിങ്ങൾ പഠിക്കും. കറന്റ് ട്രാൻസ്ഫോമറും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും എന്താണ് ഉപയോഗിക്കുന്നത്? അപ്പൊ ഹൈ കറന്റ് വന്നാൽ അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് ഇപ്പം അതിന്റെ നമ്പർ ഓഫ് ടേൺസിന് ആസ്പദമായി നമ്മൾ ഒരു വാല്യൂ എടുക്കുന്നു. അതിനാണ് കറന്റ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുക. പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഹൈ വോൾട്ടേജിനെ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. നോർമലി 5 ആംപിയർ 1 ടൺ വോൾട്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്യാറുള്ളത്. അപ്പം അതാണ് അവിടുത്തെ ട്രാൻസ്ഡ്യൂസർ. അപ്പം പ്രൊട്ടക്റ്റീവ് സിസ്റ്റത്തിൽ ഒരു കറന്റ് ട്രാൻസ്ഫോമർ ഉണ്ടാവും, ഒരു പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ഉണ്ടാവും. സെക്കൻഡ് വൺ, റിലേ. റിലേ എന്താണ് ചെയ്യുക? റിലേ ഫോൾട്ടിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ് റിലേ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. So it detects the fault. Then third one, circuit breaker. അപ്പം റിലേ സർക്യൂട്ട് ബ്രേക്കറിനെ ഓപ്പറേറ്റ് ചെയ്യുന്നു ഫോൾട്ട് വരുമ്പോൾ. അപ്പം നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോൾട്ട് ഓൾറെഡി പഠിച്ചു. എന്താണ്? ഓപ്പൺ സർക്യൂട്ട് ഫോൾട്ട്, ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട് ഉണ്ട്. അപ്പം ഹൈ കറണ്ട് വരാം, അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് 0 ഫോൾട്ട് ഒക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ വോൾട്ടേജ് 0 ആയിരിക്കും. അപ്പം റിലേ, ഈ ഒരു റിലേ യൂസ് ചെയ്ത് നമ്മൾ ഇതിനെ സെൻസ് ചെയ്യുന്നു, ഫോൾട്ടിനെ സെൻസ് ചെയ്ത് സർക്യൂട്ട് ബ്രേക്കർ ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം, സർക്യൂട്ട് ഫോൾട്ട് വന്നാൽ സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പായി നമ്മൾ നമ്മുടെ ഡിവൈസസിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതിനാണ് നമ്മൾ പ്രൊട്ടക്ഷൻ സിസ്റ്റം തന്നെ പഠിക്കുന്നത്. സോ കറന്റ് ട്രാൻസ്ഫോമർ, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്താണെന്ന് ചെറിയൊരു ഐഡിയ കിട്ടി. അതിന്റെ യൂസ് എന്താണെന്ന് ചോദിച്ചാലും പറയാൻ പറ്റും ഇപ്പം. ദെൻ റിലേ എന്തിനാണ് ഉപയോഗിക്കുന്നത്, റിലേ എന്ത് ചെയ്യുന്നു, സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്. അപ്പം ഇത് ചെറിയൊരു ഐഡിയ കിട്ടി. ഇനി നമ്മൾ ഇൻ ഡീറ്റെയിൽഡ് പോകും. ദെൻ ഇത് കഴിഞ്ഞിട്ട് ഫോർത്ത് വൺ ഈസ് ട്രിപ്പ് സർക്യൂട്ട്. അപ്പം റിലേ വെറുതെ ഒരു സിഗ്നൽ കൊടുത്താലൊന്നും എന്താണ് സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് ആവണമെന്നില്ല. അതിന് സെപ്പറേറ്റ് ഒരു ട്രിപ്പ് സർക്യൂട്ട് വേണം. ഒരു ബാറ്ററി ഒക്കെ വെച്ച് ഒരു ട്രിപ്പ് കോയിലൊക്കെ കൊടുത്ത് ഒരു ട്രിപ്പ് സർക്യൂട്ട് വേണം. അപ്പം ഇത്രയുമാണ് എന്ത്, ഒരു പ്രൊട്ടക്റ്റീവ് സിസ്റ്റത്തിന്റെ കോമ്പോണൻസ്. അപ്പൊ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മളൊരു ബസ് ബാർ നമ്മൾ കൺസിഡർ ചെയ്തു. ഇപ്പൊ നമ്മുടെ ഒരു സിംഗിൾ ലൈൻ ഡയഗ്രാം അല്ലെങ്കിൽ ഒരു ലൈൻ ഡയഗ്രാം ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു സബ് സ്റ്റേഷന്റെ ഒക്കെ വലിയൊരു ലേ ഔട്ട് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഇതൊക്കെ ഉണ്ട്.
കറന്റ് ട്രാൻസ്ഫോമർ, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. അപ്പൊ ഇതൊക്കെ എന്തിനാണെന്ന് നിങ്ങൾ അപ്പൊ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ ജസ്റ്റ് ചെറിയ ഐഡിയ കിട്ടുന്നുണ്ടാവും. കറന്റ് ട്രാൻസ്ഫോമർ, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ, പിന്നെന്താണ് റിലേ സെറ്റപ്പ് ഉണ്ടാവും, സർക്യൂട്ട് ബ്രേക്കർ ഉണ്ടാവും. അപ്പം സർക്യൂട്ട് ബ്രേക്കറിനെ ട്രിപ്പ് ചെയ്യിക്കാൻ വേണ്ടി ഒരു ട്രിപ്പ് സർക്യൂട്ട് ഉണ്ടാവും. അപ്പൊ ട്രിപ്പ് സർക്യൂട്ടിന് ഒരു ബാറ്ററി ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു പ്രൊട്ടക്റ്റീവ് സിസ്റ്റത്തിന്റെ കോമ്പണൻസ് ആയി നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ ഇൻ ഡീറ്റെയിൽ കറന്റ് ഇത്ര മിനിമം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. Different types of circuit breakers, ഇതിനകത്ത് different types of circuit breakers, different types of relays, and then current transformer, potential transformer. Okay. ഇനി നമുക്ക് ഓരോ കോമ്പോണൻസും ഇൻ ഡീറ്റെയിൽഡ് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ട്രാൻസ്ഡ്യൂസറിൽ നിന്ന് തന്നെ. കറന്റ് ട്രാൻസ്ഫോമറും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും. സോ ദ ട്രാൻസ്ഡ്യൂസേഴ്സ് ഏതൊക്കെയാണ്? CT and PT. So ഇവയുടെ മെയിൻ ഉപയോഗം എന്താണ്? So they are used to reduce the current and voltage to a standard lower value. Used to reduce voltage and current to a standard lower value. അപ്പോൾ മേ ബി ഒരു 5 ആംപിയർ 1 ടൺ വോൾട്ട് ആണ്. ആൻഡ് ദെൻ അതുപോലെ തന്നെ ഐസൊലേറ്റ് ദ പ്രൊട്ടക്റ്റീവ് റിലേസ് ഫ്രം ഹൈ വോൾട്ടേജ്. അപ്പൊ ഇതിങ്ങനെ സ്റ്റാൻഡേർഡ് വാല്യൂ കൊണ്ടുവരുമ്പോൾ തന്നെ ഹൈ വോൾട്ടേജിൽ നിന്ന് പ്രൊട്ടക്റ്റീവ് റിലേ ഐസൊലേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഫങ്ഷൻസ് ആണ് ഐസൊലേറ്റ് പ്രൊട്ടക്റ്റീവ് റിലേസ് ഫ്രം ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട്. സോ ഇപ്പം ബേസിക് ആയിട്ട് ഇത്രയും അറിഞ്ഞാൽ മതി. ഇനി റിലേസ്, അപ്പം റിലേ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം. സോ റിലേ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പേരുകളെല്ലാം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അതിലെല്ലാം നമുക്ക് വേണ്ട, എന്നാലും ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ഓവർ കറണ്ട് റിലേ. നിങ്ങൾ ലാബിലൊക്കെ ഇതിന്റെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഓവർ വോൾട്ടേജ്. അപ്പൊ നമ്മൾ നോർമലി ഓവർ കറണ്ട് റിലേ ആണ് നമ്മൾ മിക്കപ്പോഴും ചെയ്യുന്നത്. ലാബിലൊക്കെ മിക്ക കോളേജുകളിലും ലബോറട്ടറിയിലും ഓവർ കറണ്ട് റിലേ ആണ് അവൈലബിൾ. ഓവർ വോൾട്ടേജ്, ദെൻ അണ്ടർ വോൾട്ടേജ്, ദെൻ ഡയറക്ഷണൽ. അപ്പൊ നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട് ഡയറക്ഷണൽ ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് വരും. ഡിഫറൻഷ്യൽ, then over or under frequency. ഇതെല്ലാം ഓവർ അണ്ടർ ഫ്രീക്വൻസി റിലേ എന്നാണ്. റിലേ എന്ന് ഓരോ തവണ എഴുതുന്നില്ല എന്നേ ഉള്ളൂ. then earth fault and then negative sequence relays. അപ്പൊ ഇത്രയും ടൈപ്പ് ഓഫ് റിലീസ് ആണ് ഉള്ളത്. അപ്പം ഓവർ കറണ്ട് റിലേയും, അതായത് ഇലക്ട്രോ മെക്കാനിക്കൽ ഓവർ കറണ്ട് റിലേയും അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഓവർ കറണ്ട് റിലേയും ആണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ പഠിക്കുന്നത്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റിലൊക്കെ കൂടുതൽ അതിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ നോർമലി എക്സാംസിനും അതൊക്കെ തന്നെയായിരിക്കും ചോദിക്കുക. സോ ഇത്രയും കാര്യം. അപ്പം നമ്മൾ ഈ ഒരു ഡയഗ്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ റിലേ വന്നിട്ട് ഈ ട്രിപ്പ് കോയിലിനെ ക്ലോസ് ചെയ്യും. when the relay closes the trip circuit, the battery energizes the trip coil to operate the circuit breaker. അപ്പം കറന്റ് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജിനെ അത് സെൻസ് ചെയ്യും. എന്നിട്ട് അതിനെ അത് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 5 ആംപിയർ അല്ലെങ്കിൽ 1 ടൺ വോൾട്ടിലേക്ക് മാറ്റും. ഡിപ്പെൻഡിങ് അപ്പോൺ ഏതാണോ വരുന്നത്. അപ്പം അതിനെ ഈ റിലേ അപ്പൊ അത് എങ്ങനെയാണ് ഈ ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ഹൈ കറണ്ട് എപ്പോഴാണ് വരുന്നത്? ഈ കറന്റ് ട്രാൻസ്ഫോമർ ഉള്ളപ്പോൾ. അപ്പൊ അത് വന്നിട്ട് റിലേ സെൻസ് ചെയ്യുന്നു. അപ്പൊ റിലേ സെൻസ് ചെയ്തിട്ട് ആ ബാറ്ററി ഉപയോഗിച്ച് ട്രിപ്പ് കോയിലിനെ എനർജൈസ് ചെയ്തിട്ട് സർക്യൂട്ട് ബ്രേക്കർ. അപ്പം സർക്യൂട്ട് ബ്രേക്കർ നമുക്കറിയാം ഇറ്റ് വിൽ മേക്ക് ഓർ ഒന്നെങ്കിൽ സർക്യൂട്ട് ക്ലോസ് ആവും അല്ലെങ്കിൽ ഓപ്പൺ ആവും. അപ്പം ഫോൾട്ട് വരികയാണെങ്കിൽ ബ്രേക്കർ ഓപ്പൺ ആയി സർക്യൂട്ട് ഓപ്പൺ ആകുന്നു. അങ്ങനെ അത് പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പൊ ഇതാണ് മെയിൻലി സംഭവിക്കുന്നത്. അതായത് when fault happens, the voltage may drop to very less value and hence the power will not be available at the substation. ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ വോൾട്ടേജ് വെരി ലോ വാല്യൂയിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ട്രാൻസ്ഡ്യൂസർ റിലേ.
ഡിഫറെന്റ്. ഇപ്പൊ ജസ്റ്റ് നെയിംസ് മാത്രം, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഇനി നമുക്ക് സർക്യൂട്ട് ബ്രേക്കറിനെ പറ്റി നോക്കാം. സർക്യൂട്ട് ബ്രേക്കർ. അപ്പം ഞാൻ ഇപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞത്, ഇത്രയും നേരത്തെ പോർഷനിൽ പറഞ്ഞത് എന്താണ്, പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് സർക്യൂട്ട് ബ്രേക്കർ ഇൻ ഡീറ്റെയിലിൽ മൊത്തം കവർ ചെയ്യും. അതിനുശേഷം റിലേ പറയും. അതിനുശേഷം ഇത് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന പറയുമ്പോൾ ഇതിന്റെ പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ്, റിലേയുടെ ഇൻവേഴ്സ് ഡെഫിനിറ്റ് മീൻ ടൈം ഐഡിയ, അതിന്റെ കുറച്ച് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് നോക്കാം. സോ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ മെയിൻലി അറിയാം, സർക്യൂട്ട് ബ്രേക്കറിനെ പറ്റി ചെറിയൊരു ഐഡിയ ഉള്ള ആൾ ഏതൊരു എക്സാമിന് ചോദിച്ചാലും നമ്മൾ എഴുതാറുണ്ട്, സർക്യൂട്ട് ബ്രേക്കർ ഹാസ് എ ഫിക്സഡ് കോണ്ടാക്ട്. സർക്യൂട്ട് ബ്രേക്കറിന് ഫിക്സഡ് കോണ്ടാക്ട് ഉണ്ട്, ആൻഡ് അതുപോലെ തന്നെ ഒരു മൂവിങ് കോണ്ടാക്റ്റും ഉണ്ട്. സോ ഇറ്റ് ഹാസ് എ ഫിക്സഡ് കോണ്ടാക്ട് as well as it has a moving contact. അപ്പം ഒരു നോർമൽ കണ്ടീഷനിൽ കോണ്ടാക്ട്, ഫിക്സഡ് കോണ്ടാക്ട് മൂവിങ് കോണ്ടാക്റ്റും കൂടെ ഇറ്റ് റിമെയിൻ ക്ലോസ് ആൻഡ് ഇറ്റ് വിൽ നോട്ട് ഓപ്പൺ. ഇപ്പൊ നോർമൽ കണ്ടീഷനിൽ കോണ്ടാക്ട് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ആവില്ല. അപ്പം when fault occurs on any part of the system, the trip coil gets energized. അപ്പം നമ്മൾ അതിനാണ് ആദ്യം ഒരു ബേസിക് പ്രൊട്ടക്ഷൻ കോമ്പോണൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ ഡയഗ്രാം ഞാൻ വരപ്പിച്ചത്. അപ്പോൾ ഇപ്പൊ ഞാൻ ഇവിടെ എന്ത് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ ഡയഗ്രാം ആലോചിച്ചാൽ മതി. അപ്പം ഒരു ഫോൾട്ട് ഉണ്ടാകുമ്പോൾ ഓൺ എനി പാർട്ട് ഓഫ് ദ സിസ്റ്റം ട്രിപ്പ് കോയിൽ ഗെറ്റ്സ് എനർജൈസ്ഡ്, ട്രിപ്പ് കോയിൽ എനർജൈസ്ഡ് ആയി ആൻഡ് മൂവിങ് കോണ്ടാക്ട്സ് ആർ പുൾഡ് അപ്പാർട്ട് ബൈ സം മെക്കാനിസം. അപ്പോൾ ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോൾട്ട് ഉണ്ടാകുമ്പോൾ ട്രിപ്പ് കോയിൽ എനർജൈസ് ചെയ്ത് മൂവിങ് കോണ്ടാക്ട്, ഫിക്സഡ് കോണ്ടാക്ട് അവിടെ ഫിക്സ് ആയി തന്നെ ഇരിക്കും, മൂവിങ് കോണ്ടാക്ട് മാറും, അങ്ങനെ ഒരു ആർക്ക് ക്വെഞ്ചിങ് മീഡിയം അവിടെ ഫോം ചെയ്യും. ഒരു ആർക്ക് ക്വെഞ്ചിങ് ആർക്ക് അവിടെ ഫോം ചെയ്ത് ആർക്ക് ക്വെഞ്ചിങ് മീഡിയത്തിൽ അത് ബ്രേക്ക് ചെയ്ത് അങ്ങനെ സർക്യൂട്ട് ഓപ്പൺ ആവുന്നു. അങ്ങനെയാണ് നമുക്കറിയാം സർക്യൂട്ട് ബ്രേക്കറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. സോ when contacts of a circuit breaker are separated under fault condition, അപ്പം എന്താണ് പറയുന്നത്, റിലേ ഡിറ്റക്ട് ചെയ്ത് ട്രിപ്പ് കോയിലിനെ എനർജൈസ് ചെയ്യുന്നു. ട്രിപ്പ് കോയിലിനെ എനർജൈസ് ചെയ്തതിന് ശേഷം എന്താണ്, ഫിക്സഡ് കോണ്ടാക്ട് അവിടെ തന്നെ നിൽക്കും. സർക്യൂട്ട് ബ്രേക്കറിന്റെ മൂവിങ് കോണ്ടാക്ട് മാറുന്നു. അപ്പൊ മൂവിങ് കോണ്ടാക്ട് മാറിക്കഴിഞ്ഞാൽ, അതായത് when contacts of the circuit breaker, അതായത് ഫിക്സഡ് കോണ്ടാക്ട് മൂവിങ് കോണ്ടാക്ടും സെപ്പറേറ്റ് ചെയ്യുമ്പോൾ an arc is struck between them. സോ ഞാൻ അതൊന്ന് എഴുതിയേക്കാം. ഡ്യൂറിങ് ഫോൾട്ട് fixed contact and moving contact are separated and an arc is formed between them. Okay, so at instant when the contact begin to separate, the control area decrease rapidly. Of course, അത്രയും ഡീറ്റെയിൽഡ് പോകേണ്ട ആവശ്യമില്ല, ഇത്രയും പഠിച്ചാൽ മതി. ഒരു ആർക്ക് ഫോം ചെയ്യുന്നു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, ആർക്ക് എക്സ്റ്റിങ്ഷൻ. ഓക്കെ, ഇതിന്റെ ഈ കാര്യങ്ങളൊക്കെ ഇൻ ഡീറ്റെയിൽ വി കെ മേത്തയുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. വി കെ മേത്ത പ്രിൻസിപ്പിൾസ് ഓഫ് പവർ സിസ്റ്റത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഞാൻ. ദെൻ ആർക്ക് എക്സ്റ്റിങ്ഷൻ. അപ്പൊ ആർക്ക് ഫോം ചെയ്തു, അതിനി എക്സ്റ്റിങ്ക്ട് ചെയ്യണമല്ലോ. അത് സോ അപ്പൊ എത്രയും പെട്ടെന്ന് ആർക്ക് മുറിവുമായി കോണ്ടാക്ട് സെപ്പറേറ്റ് ചെയ്യണം. കാരണം എത്രയും കൂടുതൽ സമയം എടുക്കുന്നു അത്രയും നേരം നമ്മുടെ സർക്യൂട്ട്, നമ്മുടെ കോമ്പോണൻസ് ഒക്കെ ചീത്തയാവാനുള്ള ചാൻസസ് കൂടുകയാണ്. ഓക്കെ, നമ്മള് ക്രിട്ടിക്കൽ ക്ലിയറൻസ് ടൈം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. MVA റേറ്റിംഗിന്റെ ബേസിസിൽ നമ്മൾ ഫോൾട്ട് പഠിച്ചപ്പോൾ. ഓക്കെ, നമ്മളിത് പവർ സിസ്റ്റം 2 ഒക്കെ ആദ്യം പഠിച്ചല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് എളുപ്പമുണ്ടാവും. ശരിക്കും ഈ റിലേയുടെ കാര്യങ്ങളും ശരിക്കും നമ്മൾ ഒരു നോർമൽ നമ്മുടെ ഒരു കേരള യൂണിവേഴ്സിറ്റി സിലബസിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ആദ്യമാണ് വരുന്നത്. അതായത് ഈ ബ്ലാക്കിലുള്ള ഇത്രയും കാര്യങ്ങൾ ബേസിക്സ് ഒക്കെ വന്ന് വോൾട്ടേജ് ഒക്കെ ആദ്യം വരും. അത് കഴിഞ്ഞ് അതിനോടൊപ്പം തന്നെയാണ് ഈ പ്രൊട്ടക്ഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ റെഡിൽ നമ്മൾ പവർ സിസ്റ്റം 2 ആദ്യമേ അങ്ങ് പഠിച്ചു. ഇനി നമ്മൾ പവർ സിസ്റ്റം 1 ആണ് നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം 2 സെമസ്റ്ററിലായിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, പണ്ട് നേരത്തെ പഠിച്ചവർക്ക് അത് 3 സെമസ്റ്റർ ആയിരുന്നു. ഓക്കെ, വാട്ടെവർ എന്തെങ്കിലും ആവട്ടെ. സോ ഇനി ആർക്ക് എക്സ്റ്റിങ്ഷൻ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ ആർക്ക് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുമ്പോൾ
അത് ഞാൻ പറഞ്ഞു as quickly as possible ആയിരിക്കണം നടക്കേണ്ടത്. സോ ഫസ്റ്റ് വൺ, ആർക്ക് ഫോം ചെയ്യണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. there should be a potential difference between the contacts. അതുപോലെ തന്നെ അയോണൈസ്ഡ് പാർട്ടിക്കിൾസും ഉണ്ടായിരിക്കണം. there should be ionized particles between contacts. അപ്പം ഇതിനെ ഈ ആർക്കിനെ എങ്ങനെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാം? അപ്പൊ മെയിൻലി രണ്ട് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുക. ഒന്നെങ്കിൽ മെത്തേഡ് ടു എക്സ്റ്റിങ്ക്ട്, ആർക്ക് എക്സ്റ്റെൻഷൻ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് വൺ, ഒരു ഹൈ റെസിസ്റ്റൻസ് കൊണ്ടുവരാം, അതിനെ നമ്മൾ ഹൈ റെസിസ്റ്റൻസ് മെത്തേഡ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ സെക്കൻഡ് വൺ ഈസ് ലോ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കറന്റ് സീറോ. നമുക്കറിയാം ഒരു എ സി സർക്യൂട്ട് ആണെങ്കിൽ അതിനൊരു കറന്റ് സീറോ ഉണ്ട്, നാച്ചുറൽ കറന്റ് സീറോ ഉണ്ട്. ഓക്കെ, ലോ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു കറന്റ് സീറോ മെത്തേഡ് ആണ്. ഓക്കെ, സോ മെയിൻലി ഇപ്പം ഈ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ ഹൈ റെസിസ്റ്റൻസ് മെത്തേഡ് നമ്മൾ DC സർക്യൂട്ട് ബ്രേക്കറിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ലോ റെസിസ്റ്റൻസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ AC സർക്യൂട്ട് ബ്രേക്കർ. അപ്പൊ അതിന്റെ എന്തുകൊണ്ടെന്നുള്ള ഇതിലേക്ക് നിങ്ങൾ പോവണ്ട, ജസ്റ്റ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ സർക്യൂട്ട് ബ്രേക്കറിനെ പറ്റി പഠിച്ചു. സർക്യൂട്ട് ബ്രേക്കറിൽ ഒരു മൂവിംഗ് കോൺടാക്റ്റും ഫിക്സഡ് കോൺടാക്റ്റും ഉണ്ടാവും. അപ്പൊ അതിലൊരു ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ആർക്ക് ഫോം ചെയ്യും. അപ്പൊ ആ ആർക്കിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം, എത്രയും പെട്ടെന്ന് നമ്മൾ ആ ആർക്ക് റിമൂവ് ചെയ്യണം. അപ്പം അതിന് രണ്ട് മെത്തേഡ് ഉണ്ട്, ഹൈ റെസിസ്റ്റൻസ് മെത്തേഡും ലോ റെസിസ്റ്റൻസ് മെത്തേഡും. ഹൈ റെസിസ്റ്റൻസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അത് DC സർക്യൂട്ട് ബ്രേക്കറിലാണ് ഉപയോഗിക്കുക. ലോ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കറന്റ് സീറോ മെത്തേഡ്, അപ്പൊ നമുക്കറിയാം സൈനസോയിഡൽ വേവ് ഇങ്ങനെ വരുമ്പോൾ അതിന് കറന്റ് സീറോ ഉണ്ട് അല്ലെ, സീറോ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. DC-ക്ക് അതില്ല, ഇങ്ങനെ DC പോകുന്നത്. അപ്പൊ അതൊക്കെ ഓർത്ത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ലോ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ AC സർക്യൂട്ട് ബ്രേക്കർ ആണ് നമ്മൾ ലോ റെസിസ്റ്റൻസിൽ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ആർക്ക് വോൾട്ടേജ്. ഞാൻ പറഞ്ഞു ഒരു ആർക്ക് ഫോം ചെയ്യുമ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുമെന്ന്, മൂവിംഗ് കോൺടാക്റ്റും ഫിക്സഡ് കോൺടാക്റ്റും തമ്മിൽ. So the voltage that appears across the contact of the circuit breaker during the arcing process. അപ്പം ആർക്കിംഗ് നടക്കുന്ന പീരീഡില് voltage that appears across fixed contact and moving contact during ആർക്കിംഗ് പീരീഡ്. അപ്പൊ ഇതാണ് ആർക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്. റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് പറയുമ്പോൾ നമ്മൾ അതൊരു ഫിഗർ യൂസ് ചെയ്താണ് പറയുന്നത്. നമുക്കൊരു സൈനസോയിഡൽ സിഗ്നൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ സിസ്റ്റം വോൾട്ടേജ് നമ്മൾ എടുത്തു, 230 വോൾട്ട് ആയിക്കോട്ടെ നമ്മൾ എടുത്തു. ആൻഡ് ദെൻ ഇതാണ് കറന്റ് സീറോ ഇൻസ്റ്റന്റ്. ഇവിടെ ഒരു ഫോൾട്ട് ഉണ്ടായി, വോൾട്ടേജ് ഹൈ വന്നു, ഇങ്ങനെ റീസ്ട്രൈക്ക് ചെയ്ത് വന്നു. അപ്പം ഇതാണ് ഫോൾട്ട് കറണ്ട്, ഇത് സിസ്റ്റം വോൾട്ടേജ്. സോ ഇതിനെയാണ് നമ്മൾ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്. സോ ദ ട്രാൻസിയന്റ്, നമ്മൾ സ്റ്റഡി സ്റ്റേറ്റും ട്രാൻസിയന്റ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് കൺട്രോൾ സിസ്റ്റവും നെറ്റ്വർക്കിലൊക്കെ. അപ്പം the transient voltage that appears across the contact or near the current zero during arcing period. അപ്പൊ കോൺടാക്ടിന്റെ അടുത്ത് അല്ലെങ്കിൽ ഫിക്സഡ് മൂവിംഗ് കോൺടാക്ട് ആർക്കിംഗ് പീരീഡ് അല്ലെങ്കിൽ കറന്റ് സീറോയുടെ അടുത്തുള്ള ഒരു ട്രാൻസിയന്റ് ഹൈ വോൾട്ടേജിനെയാണ് നമ്മൾ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റിക്കവറി വോൾട്ടേജ് ഉണ്ട്. സോ റിക്കവറി വോൾട്ടേജ് എന്ന് പറയുമ്പോൾ normal frequency 50 Hz RMS voltage that appear across the contact
of the circuit breaker after final arc. അപ്പം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സിസ്റ്റം വോൾട്ടേജ് തന്നെ ആയിരിക്കും. അപ്പം ആർക്ക് എക്സ്റ്റൻഷൻ കഴിഞ്ഞ് ഉള്ള നോർമൽ വോൾട്ടേജ്, സിസ്റ്റം വോൾട്ടേജ് എന്താണോ അതിനെയാണ് നമ്മൾ റിക്കവറി വോൾട്ടേജ് എന്ന് പറയുന്നത്. ആർക്ക് എക്സ്റ്റൻഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പം റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് വന്ന് സെറ്റിലായി നോർമലി സിസ്റ്റം വോൾട്ടേജ് എവിടെ എത്തുന്നു അവിടെ ആ സിസ്റ്റം റിക്കവർ ആയി, അതായത് സർക്യൂട്ട് ട്രിപ്പിംഗ് കഴിഞ്ഞ് സർക്യൂട്ട് ബ്രേക്കർ നോർമൽ ആയി. അപ്പൊ ആ കേസിലുള്ള വോൾട്ടേജ് ആണ് റിക്കവറി വോൾട്ടേജ്. സോ ഫാർ നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ ബേസിക്കലി എന്താണെന്ന് നോക്കി, അത് എങ്ങനെയാണ് റിലേയുമായി ബന്ധപ്പെട്ട് അതൊക്കെ നമ്മൾ നോക്കി. അപ്പൊ ആർക്ക് ഫോം ചെയ്യുമെന്ന് മനസ്സിലായി. അപ്പൊ ആർക്ക് എക്സ്റ്റൻഷൻ എങ്ങനെ നടത്താമെന്ന് മനസ്സിലാക്കി. കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസ് നോക്കി. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ നോക്കാം. Different types of circuit breaker. So first one, oil circuit breaker. Second one, air blast circuit breaker. Then sulfur hexafluoride, അല്ലെങ്കിൽ നമ്മൾ അതിനെ SF6 സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും, സർക്യൂട്ട് ബ്രേക്കർ. ആൻഡ് ദെൻ ഫോർത്ത് വൺ ഈസ് വാക്വം സർക്യൂട്ട് ബ്രേക്കർ. അപ്പം ഇതാണ് ഈ 4 സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ വെച്ച് പല തരത്തില് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആർക്ക് ക്വഞ്ചിങ് മീഡിയത്തിന്റെ ബേസിസിൽ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് സർക്യൂട്ട് ബ്രേക്കറിന്റെ എന്താണ് സിസ്റ്റം വാല്യൂസ് ഒക്കെ വെച്ചിട്ട് ഡിസൈൻ ഒക്കെ വെച്ചിട്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻ ഡീറ്റെയിൽ ഈ സർക്യൂട്ട് ബ്രേക്കേഴ്സും മറ്റു പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ കവർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. താങ്ക് യു.